സർക്കാർ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം UDF മുഴുവൻ MLA-മാരും കൊടുത്ത ആളാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പറയട്ടെ. MLA-യുടെ വാക്കുകളാണ്. ടി സിദ്ദിഖ് MLA-യുടെ വാക്കുകൾ. അദ്ദേഹം നെഞ്ചിൽ തൊട്ട് വികാരാധീനായി പറയുകയാണ്, വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാനും സംഭാവന നൽകിയിട്ടുണ്ട്. വയനാട് ഫണ്ട് എന്നത് CPM-ന്റെ ഫണ്ടല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ ടി സിദ്ദിഖ് പണം നൽകിയിരുന്നോ? രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും നയാ പൈസ നൽകിയിട്ടില്ല എന്ന്. UDF MLA-മാർ നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ 15 MLA-മാർ 50,000 രൂപ വീതം നൽകിയിട്ടുണ്ട്. 15 MLA-മാർ 50,000 രൂപ വീതം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് MLA-മാർ നൽകിയിട്ടുണ്ടോ? ഉണ്ട്. ആരൊക്കെ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, CR മഹേഷ്. 3 MLA-മാരാണ് കോൺഗ്രസിന്റെ MLA-മാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിട്ടുള്ളത്. ടി സിദ്ദിഖ് നയാ പൈസ നൽകിയിട്ടില്ല എന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ആ രേഖകൾ മുസ്ലിം ലീഗ് MLA-മാരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് വസ്തുത എന്നിരിക്കെ പച്ചക്കള്ളം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് ടി സിദ്ദിഖ്. കാരണം വയനാടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം പോക്കറ്റിലിട്ട് നടക്കുന്നവരാണ്. എത്ര പണം പിരിച്ചു എന്ന് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എത്ര പണം ചെലവഴിച്ചു എന്ന് പറയുന്നില്ല. സ്ഥലം വാങ്ങിയില്ല, വാങ്ങുന്നു, അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറയുന്നു. എവിടെ എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു 28-ാം തീയതി കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിൽ തറക്കല്ലിടുമെന്ന്. അന്ന് ഇട്ടില്ല. ഇപ്പോൾ പറയുന്നത് ആ ആഗ്രഹമാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്നാണ്. ഇപ്പോൾ പറയുന്നു ജനുവരി 10-നകം എല്ലാം തീരുമാനിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും, ജനങ്ങളോട് പറയും എന്നാണ് ഇപ്പോൾ ടി സിദ്ദിഖ് പറയുന്നത്. സ്വാഭാവികമായും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ടി സിദ്ദിഖിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ ടി സിദ്ദിഖിനോട് ഒരു 5 ചോദ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദ്യം 1: താങ്കൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് പുനരധിവാസത്തിന് ഫണ്ട് നൽകിയതായി അവകാശപ്പെട്ടല്ലോ. താങ്കൾ എന്ന് എത്ര രൂപ നൽകിയെന്ന് കാണിക്കുന്ന രേഖ തെളിവ് പരസ്യപ്പെടുത്തി വിശ്വാസ്യത തെളിയിക്കണം. 2: കോൺഗ്രസിന്റെ എത്ര MP-മാർ എത്ര MLA-മാർ വയനാട് ഫണ്ടിൽ പണം നൽകിയെന്ന് രേഖ പരസ്യമാക്കണം. KPCC-യുടെ ആപ്പ് വഴി എത്ര കോടി വയനാട് ഫണ്ടിൽ കോൺഗ്രസിന് കിട്ടി? കണക്ക് പുറത്തുവിടണം. ഡിസംബർ 28 തറക്കല്ലിടും എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഏത് ബാങ്കിലെ ഏത് അക്കൗണ്ടിൽ എത്ര രൂപ ആർക്ക് അഡ്വാൻസ് നൽകി? KPCC വാങ്ങുന്ന സ്ഥലത്തിന്റെ കരാർ പുറത്തു വിടുമോ? ഇതാണ് ചോദ്യം. ഇനിയും ചോദ്യങ്ങളുണ്ട് എന്നാണ് K അനിൽകുമാർ പറയുന്നത്. കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകും. അതിനുശേഷം എല്ലാ പണവും പോക്കറ്റ് അടിക്കും. അതല്ലെങ്കിൽ സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഞങ്ങളുടേത് കൂടിയാണ്, ഇപ്പോൾ ഇതാ നമ്മുടെ സർക്കാരല്ലേ പൂർത്തിയാക്കുന്നത് എന്ന് പറഞ്ഞ് അതിന്റെ മേനി നടിക്കും, പിരിച്ച പൈസ പോക്കറ്റിലാക്കും.